നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി മിസ്സിംഗ് ആണ് പോലും. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇയാളുടെ ഭാര്യ അന്വേഷിക്കലല്ല പോലീസുകാരുടെ പണി. പോലീസുകാർക്ക് സ്റ്റേഷനിലെ വേറെ പണിയുണ്ട്. വല്ല ആറ്റിലോ തോട്ടിലോ ബോഡി പൊങ്ങിയാ അപ്പൊ ഞങ്ങൾ വരാം. എന്നിട്ടത് മർഡർ ആണോ അതോ സൂയിസൈഡ് ആണോന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം. എവിടെടാ മൈഥിലി? അവളുടെ കയ്യിൽ എന്റെ കുഞ്ഞുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏത് മൈഥിലി? ഏത് കുഞ്ഞ്? നിനക്ക് അവളെയും കുഞ്ഞിനെയും അറിയില്ല അല്ലടാ? അറിയാടാ, ഞാൻ നിന്നെ തിരക്കി നടക്കുമായിരുന്നു. നീ ഒറ്റ ഒരുത്തനാ എന്നെ മൈഥിലിയും തമ്മിൽ അകറ്റിയത്. മൈഥിലിയും കുഞ്ഞും ഇപ്പൊ എവിടെയുണ്ടെന്ന് ഉത്തരം പറയേണ്ടത് നീയാ. നീ പറയണം. പറടാ, അവരെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു? കൊല്ലോടാ ഞാൻ. അവനെ ഇങ്ങോട്ട് വിട്. നിങ്ങളെന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നേ? ഞാനിപ്പോ സസ്പെൻഷനിലായ ACP യാ. ഇരുന്നോളൂ. സാറ് സസ്പെൻഷനിലായാലെന്താ? സാറിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമേ ഉള്ളൂ. പിന്നെ വൈഫിനെ കാണാനില്ല എന്ന ഈ കംപ്ലൈന്റ് റിട്ടേൺ ആയി കിട്ടിയല്ലേ പറ്റൂ. അത് സാറിനും അറിയാലോ. അതുകൊണ്ടാ.
ഭാര്യയെ കാണാനില്ലത്രേ. ഒറിജിനൽ ഭാര്യയായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് കീപ്പ്. എക്സ്ക്യൂസ് മീ, മര്യാദയ്ക്ക് സംസാരിക്കണം. സഹീറ ഇങ്ങനെയേ സംസാരിക്കൂ. മീനാക്ഷി മിസ്സിംഗ് ആണ് പോലും. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇയാളുടെ ഭാര്യ അന്വേഷിക്കലല്ല പോലീസുകാരുടെ പണി. പോലീസുകാർക്ക് സ്റ്റേഷനിലെ വേറെ പണിയുണ്ട്. വല്ല ആറ്റിലോ തോട്ടിലോ ബോഡി പൊങ്ങിയാ അപ്പൊ ഞങ്ങൾ വരാം. എന്നിട്ടത് മർഡർ ആണോ അതോ സൂയിസൈഡ് ആണോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം. Shut up! എന്താ തല്ലുന്നില്ലേ? സ്ത്രീകളെ തല്ലുന്നത് എന്റെ കൾച്ചറിന് ഒട്ടും ചേർന്നല്ല. അതോ വേണ്ടെന്ന് വെച്ചത്? ഡ്യൂട്ടിയിൽ നിൽക്കുന്ന യൂണിഫോം ഇട്ട പോലീസ് ഓഫീസറാ ഞാൻ. എന്നെ തൊട്ടാലേ നിങ്ങൾ വിവരം അറിയും. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ കവിളത്ത് നിങ്ങളുടെ കൈയൊന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കരിയർ എനിക്ക് അവസാനിപ്പിക്കാമായിരുന്നു. ഞാൻ തോറ്റു നിൽക്കുകയാണെന്നൊന്നും നീ കരുതണ്ട. നിങ്ങൾ ഇനി ജയിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് തന്നതാ ദൈവം. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇത് എന്റെ റിവഞ്ച് ഒന്നുമല്ല, ഒരു പണിഷ്മെന്റാ. എന്നെ അവഗണിച്ചതിനുള്ള ശിക്ഷ. എന്റെ സബോർഡിനേറ്റ്സ് ഒക്കെ നോക്കി നിൽക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മനസ്സൊന്ന് നന്നായി കലക്കാമായിരുന്നു. സിറ്റുവേഷൻ അത്ര ശരിയല്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. എല്ലാ കാലത്തും ഞാൻ യൂണിഫോം ഇല്ലാതെ നടക്കുമെന്ന് നീ കരുതണ്ട. ഒരു പ്രൊഫഷണൽ ഫൈറ്റ് അപ്പ തുടങ്ങാം. ഇപ്പൊ ഞാൻ പോവാ. ആരുടെയും സഹായമില്ലാതെ എന്റെ മീനാക്ഷിയെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അവന്റെ ഒരു മീനാക്ഷി. എന്താ കുട്ടി, പോകുന്നില്ല വീട്ടില്? നേരം വൈകി. ഇനി ഇവിടെ ഇരിക്കുന്ന അത്ര ശരിയല്ല. രാത്രിയിൽ കടപ്പുറം ആകെ മോശമാ. പെണ്ണുങ്ങൾക്ക് ഒട്ടും ഇരിക്കാൻ പറ്റില്ല. മോളിതകം വീട്ടിൽ പോവാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.